Hello, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ദീപാവലി സ്വീറ്റ് ആയ ബാദുഷയാണ്. ബാലുഷാഹി എന്നും ഇതിന് പേരുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നടുക്ക് ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കി 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു ബ്രെഡ് ക്രംസിന്റെ പരുവത്തിൽ എല്ലാം മിക്സ് ചെയ്ത ശേഷം പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ പാല് നമുക്കിതിലേക്ക് ചേർക്കാം. മാവ് പിന്നെ ഒരുപാട് ലൂസ് ആവരുത്. ഇതൊരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആകുന്ന തരത്തിൽ ഇതുപോലെ ഒന്ന് കുഴക്കേ വേണ്ടൂ. ഒരുപാട് ബലം കൊടുത്ത് നീഡ് ചെയ്യരുത്. മാവ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് സോഫ്റ്റായ ബാദുഷയുടെ ഉള്ളിലെ കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടത്തില്ല. മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നനവുള്ള ഒരു തുണി വെച്ച് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പരുവത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പഞ്ചസാര ഉരുകി ഇതുപോലെ തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി തിളപ്പിക്കാം. ഇനി തീ ഓഫ് ചെയ്ത് 2 ഏലക്കായയും 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതിനായിട്ട് മാവിൽ നിന്ന് പകുതി എടുത്ത് ഒരു ലോഗ് പോലെ ആക്കിയ ശേഷം ചെറിയ ഉരുളകളാക്കി ഇടാം. മാവ് മുഴുവൻ ഇതുപോലെ ആക്കിയ ശേഷം ഓരോ പീസ് എടുത്ത് ഒരു ബോൾ ഷേപ്പിൽ നല്ലതുപോലെ പ്രസ് ചെയ്തൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് ഫ്ലാറ്റ് ആക്കിയിട്ട് ഇതുപോലെ നടുക്കൊന്ന് കുഴിച്ചു കൊടുക്കാം. മാവ് അത്ര സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട് ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടാവും. അതൊന്നും അത്ര പ്രശ്നമല്ല. കഴിവതും ടൈറ്റ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് വറുത്തെടുക്കാനായിട്ട് ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എണ്ണ ചൂടാക്കി എടുക്കണം. എപ്പോഴും ഈ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് ഓരോന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇടുമ്പോൾ തന്നെ ഇത് മുകളിലേക്ക് വരത്തില്ല. അതുകൊണ്ട് ഇളക്കിയിട്ടില്ലിൽ താഴ്ത്ത് മുട്ടിയിരിക്കുന്ന ഭാഗം പെട്ടെന്ന് കളർ ചേഞ്ച് ആകും. ഇപ്പോൾ ഇതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരാൻ നേരം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എണ്ണ ഒന്നുകൂടി ചൂടായ ശേഷം കോരിയെടുത്താൽ എണ്ണ ഒട്ടും കുടിക്കത്തില്ല. അടുത്തത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും ഫ്ലെയിം ലോവിൽ വെച്ചിട്ട് എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞ ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. തീ കൂടിയിരുന്ന ഉള്ളൊട്ടും വേവത്തില്ല, പുറം പെട്ടെന്ന് മൊരിഞ്ഞും പോവും. ഇനി ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിടാൻ നേരം ഷുഗർ സിറപ്പിന് ചെറിയ ചൂട് വേണം, എങ്കിൽ മാത്രമേ ഈ സിറപ്പ് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യത്തുള്ളൂ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ സിറപ്പിലിട്ട് വയ്ക്കാം. ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിന് മുകളിലേക്ക് ചോപ്പ് ചെയ്ത നട്ട്സ് കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ബാദുഷ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാദുഷ ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങളാണ് അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് മാവ് നീഡ് ചെയ്യരുത്, പിന്നെ എണ്ണയുടെ ചൂട്. ഇത് 2 ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ബാദുഷ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.